നമസ്കാരം. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിനെ പറ്റി അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിനെ പറ്റി മറ്റൊരു സ്ഥാപനത്തിലോ മറ്റൊരു വീട്ടിലോ പോയി മോശം പറയുകയാണെങ്കിൽ ഞാൻ എത്തരക്കാരനാണ്? ഞാനൊരു ചതിയനാണ്, ഞാനൊരു വഞ്ചകനാണ്, ഞാനൊരു കുലദ്രോഹിയാണ്, ഞാൻ വലിയ തെറ്റാണ് ചെയ്യുന്നത്. നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബപരമായ, നമ്മളുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ്, അതും ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞ്, തെറ്റിദ്ധാരണാജനകമായി പറഞ്ഞ് സ്വന്തം വീടിനെയും നാടിനെയും ഒക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ അപമാനിതരാക്കുന്ന അല്ലെങ്കിൽ അപമാനിതമാക്കാൻ ശ്രമിക്കുന്ന ഈ വർഗത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആരുമാകട്ടെ അവരെ ചാട്ട കൊണ്ടടിക്കണം, മുക്കാലി കെട്ടി അടിക്കണം, രാജ്യത്തു നിന്ന് നാട് കടത്തണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അവരെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി എന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവരാജാവ്, ഇയാൾ അമേരിക്കയിലെ ബോസ്റ്റണിൽ പോയി ഇന്ത്യൻ ഇലക്ഷൻ സംവിധാനത്തെക്കുറിച്ച്, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഒക്കെ തന്നെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുകയാണ്. ഇവിടെ ഈ വോട്ടിംഗ് സമ്പ്രദായം, തെരഞ്ഞെടുപ്പ് ബാലറ്റ് പെട്ടി സമ്പ്രദായം മാറി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നത് തന്നെ കോൺഗ്രസിന്റെ ഭരണകാലത്താണ്. കോൺഗ്രസ് ആണ് അന്ന് അതിനുവേണ്ട കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്, അത് നടപ്പിലാക്കിയതൊക്കെ തന്നെ. അന്നത്തെ ഇലക്ഷൻ കമ്മീഷനും അന്നത്തെ ഭരണവും ചേർന്നാണ്, UPA ഭരണവും ചേർന്നാണ്. എന്നിട്ട് ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞുകൊണ്ട്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ജനങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അതിന് യന്ത്രത്തെയും അതിന്റെ ഇലക്ഷൻ സംവിധാനത്തെയും കുറ്റം പറയുക, അത് മറ്റു രാജ്യങ്ങളിൽ പോയി. ഇവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ സംവിധാനത്തെ അംഗീകരിക്കുകയും നമ്മുടെ സംവിധാനങ്ങളെ ഏറ്റെടുക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ യുവരാജാവ് എന്ന് പറയുന്ന ഈ ചെറ്റ മറ്റു രാജ്യങ്ങളിൽ പോയി നമ്മളെ അപമാനിക്കുകയാണ്. മുമ്പ് ഗൾഫ് രാജ്യങ്ങളിൽ പോയി, ബഹ്റിനിലടക്കം പോയി ഇയാൾ ഇന്ത്യക്കെതിരെ സംസാരിച്ചു, എന്നിട്ട് ജയിച്ചോ? തോറ്റു. ഇയാൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതനുസരിച്ച് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇയാളുടെ പാർട്ടിയും ഇയാളുടെ പിണിയാളുകളും ഇയാളുടെ പാവാട കഴുകൽ, പാന്റ് കഴുകൽ ആൾക്കാരും ഒക്കെ തോറ്റുകൊണ്ടേയിരിക്കും. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. BJP MP ആയ സംബിത് പത്ര ഈ വിഷയത്തെക്കുറിച്ച് ഇയാളൊരു രാജ്യദ്രോഹിയാണ്, രാഹുൽ ഗാന്ധി ഒരു രാജ്യദ്രോഹിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. അദ്ദേഹം ഒട്ടും മടിച്ചില്ല. സംബിത് പത്രയെ നമുക്കറിയാം, BJPയുടെ വക്താവാണ്, കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു പറയുന്ന വ്യക്തി കൂടിയാണ് സംബിത് പത്ര. സംബിത് പത്ര പറയുന്നത് ഒന്ന് കേൾക്കാം. सुबह से जब हम मीडिया देख रहे हैं, अखबार पढ़ रहे हैं और टीवी देख रहे हैं, तो मुख्यतः दो समाचार, दो खबरें सुर्खियों पर है। पहला खबर है, राहुल गांधी विदेशी भूमि में जाकर वही करते हैं जो वो कई दशकों से करते आ रहे हैं, भारत की बेइज्जती और भारत का अपमान। अमेरिका में राहुल गांधी ने भारत का अपमान किया है। ये कोई नई बात नहीं है, पहली बात नहीं है, ये एक सुर्खी है आज की। इस पर हम विस्तार से बात करेंगे। और दूसरी बड़ी खबर है कि आज से कांग्रेस के तमाम बड़े नेता चोर मचाए शोर, ये देश के भिन्न भिन्न भागों में जाकर आज से प्रेस कॉन्फ्रेंस करेंगे मां बेटे को बचाने के लिए। जो ईडी ने सोनिया जी और राहुल जी को नामांकित किया है, बाय नेम मेंशन किया है अपने चार्जशीट में, उन दोनों के खिलाफ जो कार्यवाही हो रही है कोर्ट में, अभी सुनवाई है 25 तारीख को, और आगे जो कार्यवाही होने की संभावनाएं हैं, दोनों जेल जा सकते हैं और जाना भी चाहिए। जब देश को लूटा है तो जेल जाएंगे ही। वैसे में पूरे देश में एक माहौल बनाने का, एक अशांत माहौल बनाने का प्रयास कांग्रेस पार्टी करेगी। आज इन दोनों विषयों पर विस्तार से बात करेंगे। राहुल गांधी ने अमेरिका में किस प्रकार से भारत और इलेक्शन कमीशन को बदनाम करने की कोशिश की, मैं उस विषय पर आऊं, मगर उससे पहले मैं राहुल गांधी जी को एक बात स्पष्ट रूप से कहना चाहता हूं और देशवासियों को भी कहना चाहता हूं कि जो व्यक्ति और इनकी माताश्री 50,000 के मुचलके पर बेल पर बाहर हो, वो जाकर विदेश की धरती पर हिंदुस्तान को अपमानित करे और उन्हें लगता हो कि लोग उस पर विश्वास करेंगे, तो वो उनका भ्रम है। Those who are out on bail of 50,000 rupees, if they feel that they can destroy the image of this great democracy by speaking outside of this country, then they are totally on the wrong side of the line. ഇയാളെ ഇതിൽ കൂടുതൽ എന്തോന്ന് പറയാൻ, എത്ര പറഞ്ഞാലും നാണവുമില്ല മാനവുമില്ല. ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ലേ? ഇയാൾ ഇത്രയും വിഡ്ഢിയാണ് അല്ലെങ്കിൽ വിഡ്ഢിയായി അഭിനയിക്കുന്നതാണ്. ഇയാൾ ഒരു തികഞ്ഞ രാജ്യദ്രോഹിയാണ്, രാജ്യത്തിന്റെ സംസ്കാരത്തിന് ചേരാത്തവരാണ്. അയാൾ ഇറ്റാലിയൻ പൗരനായിരിക്കാം, റൗൾ വിൻസി എന്നായിരിക്കാം ഇയാളുടെ പാസ്പോർട്ടിലെ പേര്. ഇയാളും ഇയാളുടെ തള്ളയും ഒക്കെ തന്നെ കേസിൽപ്പെട്ട് 50,000 രൂപ ആ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്.
സ്വന്തമായി അപ്പൂപ്പൻ തുടങ്ങിയ പത്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് കോടികളുടെ അഴിമതി നടത്തിയിരിക്കുന്നത്. ഒന്നാം പ്രതിയാണ് ഇയാൾ. എന്നിട്ടാണ് ഈ നാണം കെട്ട പരിപാടി ചെയ്യുന്നത്. നാണവും മാനവും ഇല്ലാത്തവന് എന്ത് വന്നാലും അയാൾക്ക് വീണ്ടും വീണ്ടും ഇതൊക്കെ ചെയ്യാനേ തോന്നുകയുള്ളൂ. കാരണം അടിസ്ഥാനപരമായി നാണവും മാനവും ഇല്ലല്ലോ. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ഒപ്പം ചേർന്ന് സ്വന്തം രാജ്യമാണെന്ന് പറയപ്പെടുന്നു രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇവനെയൊന്നും ഇന്ത്യയുടെ അതിർത്തി കടത്തരുത്, ഇങ്ങോട്ട് കടത്തരുത്, തല്ലി ഓടിക്കണം ഏത് ലോക്സഭാ പ്രതിപക്ഷ നേതാവാണെങ്കിൽ. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.